ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ യാത്ര എൻ്റെയും മോളെ ഹസ്ബൻഡിൻ്റെയും എങ്ങോട്ടാന്ന് വെച്ചാൽ ചാലിയം ബീച്ചിലേക്കാണ്. എന്നും വൈകുന്നേരം മരുവ് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നല പോയാലോ. അവിടെ പോയി എവിടെയെങ്കിലും കേട്ടോ, ചാലിയം ബീച്ചൊന്നുമില്ല, ഏത് ബീച്ചായാലും നോക്കിയാണ്. ഞങ്ങൾ ബീച്ച് പേഴ്സൺസാണ്. പിന്നെ ചായ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണല്ലോ ലൈഫിലല്ല ഞങ്ങൾക്ക് ചായ അഡിക്റ്റാണ്. ചായയും കാടമുട്ടയും. അത് എനിക്ക് ഏത് പാതിരാത്രിക്ക് തന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞുണ്ട്. മഞ്ഞത്ത് പോയി എൻ്റെ മൂക്ക് എന്താ പറയുക, കഫക്കെട്ടും വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മൾ പോക്ക് നിർത്തൂല, അത് വേറെ കാര്യം. ഇങ്ങനെ എന്താ പറയുക, രാത്രി ബൈക്കിലിങ്ങനെ പോകുമ്പം നല്ല വൈബല്ലേ. ഞാൻ ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഈ നമ്മളെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സത്യം വരെ ഒരക്ഷരം വായന വരുന്നില്ല. നല്ല ടെൻഷനും വേറെ വരും. ഈ വീഡിയോസ് എടുക്കാനും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ മറന്നു പോകും. ഓർമ്മ വെക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് എടുക്കും. അങ്ങനെ പറഞ്ഞ് എവിടെ എത്തി. ഇപ്പോൾ നമ്മൾ ചാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലെത്തും. എനിക്കെന്തോ ഈ യാത്ര ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. മോളുണ്ടായ ശേഷം ഇങ്ങനെ നമ്മൾ ബൈക്കുമ്മേൽ പോണത് വളരെ റെയറാണ്. അധികം കാറിലായിരിക്കും ട്രാവൽ ചെയ്യുക. പക്ഷേ ഈ ഒരു ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് രസമല്ലേ. മോക്കും നല്ല ഇഷ്ടമാണ്. നല്ല രസമുള്ള പരിപാടിയാണല്ലോ. ഹസ്ബൻഡ് തിരിച്ചു പോയാൽ ഈ പോക്കും ഈ നൈറ്റ് റൈഡൊക്കെ അതുപോലെ അവിടെ നിൽക്കും. പിന്നെ നമ്മൾ വേറെ എന്താ പറയുക, നമ്മളിപ്പോൾ ഉപ്പമാരൊന്നും അങ്ങനെ വല്ലാണ്ട് വെറുപ്പിക്കാൻ നിൽക്കില്ലല്ലോ. എനിക്ക് ലൈസൻസും ഒക്കെ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ 2 കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ ലൈസൻസ് ഉണ്ടായിട്ടും സ്വന്തമായിട്ട് എന്താ പറയുക വണ്ടി എടുക്കാൻ പേടിയുള്ള ആൾക്കാർ ലൈസൻസ് എങ്ങനെ കിട്ടിയെന്നപ്പോൾ ചോദിക്കരുത്. എങ്ങനെയോ കിട്ടി. അപ്പം എനിക്ക് എന്തോ ഒരു ധൈര്യത്തിൽ കറക്റ്റ് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റി. പക്ഷെ ഇപ്പം റോഡിൽ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ചില സമയത്ത് പെട്ടെന്നൊക്കെ വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറയാം ഭയങ്കര പേടിയാണ്. ഒരുപാട് പ്രാവശ്യം ഇപ്പം ഹസ്ബൻഡ് കൂടെ പോകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിന്നാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനാണ് ഈ സ്ഥാനത്ത് വെച്ചാൽ നേരെ വണ്ടി പോയിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഡ്രൈവിങ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. നമ്മൾ സെൽഫായിട്ട് ഒക്കെ എല്ലാം സെറ്റാവണതാണല്ലോ നല്ലത് എന്നും. എപ്പോഴും നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെല്ലാമൊക്കെ അങ്ങനെ ഇതാ പോയി നമ്മൾ പാലം കഴിഞ്ഞു. ഈ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചാലിയത്തെത്തും. അവിടെ ഇപ്പോൾ പിന്നെ ഒന്നാമത് പണി നടക്കാൻ കേട്ടോ. പിന്നെ പണ്ടത്തെ ചാലിയല്ല ഇപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ലൈറ്റ്സും പിന്നെ കുറച്ച് ഹട്ട്സ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട്. അവിടെ ഷോപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കോഴിക്കോട് ബീച്ചിലത്തെ മാതിരി ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയണത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. സംഭവത്തിൻ്റെ അടുത്ത നാടാണെങ്കിലും ഞങ്ങൾ പൊതുവേ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോവല്. ഇപ്പം ഇതിങ്ങനെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശേഷമാണ് ഇപ്പം ചാലിയം ബീച്ചിൽ വല്ലാണ്ട് പോവല്. അല്ലെങ്കിൽ ബേപ്പൂര് പോവും. അതൊക്കെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആൾക്കാരാണ്. എല്ലാവരും പറയും ബീച്ച് പേഴ്സൺസ് ആണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിലാണ് പെട്ടിട്ടെന്ന് വരെ കേട്ടിരിക്കുന്നത് ഓരോരുത്തരുടെ അടുത്തുനിന്ന്. അതങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിട്ടോ. അങ്ങനെ കാണുന്ന ഉണ്ടല്ലോ ലൈറ്റ്സ് അങ്ങനെ ഉള്ളത് കണ്ടില്ലേ, അത് ആണ് ബീച്ച്. അവിടെ ഇനി ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാറൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഈ ഷോപ്പ് കഴിഞ്ഞ് കാണുന്ന ലൈറ്റിൻ്റെ അവിടെ വരെ കാറ് പറ്റുള്ളൂ. കാരണം അവിടെ വീതി കൂട്ടുക, റോഡിൻ്റെ വീതി കൂട്ടുകയാണ്. അപ്പോൾ ഒരു സൈഡ് വെള്ളമാണ്, ഒരു സൈഡ് ആക്ച്വലി സേഫ് അല്ല. എന്നെപ്പോലെ പേടിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് തീരെ പറ്റില്ല. എനിക്ക് നല്ല ടെൻഷനാണ് കാണുമ്പോൾ. ഈ ഇത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ വെള്ളം, ലെഫ്റ്റ് സൈഡിൽ ഗ്രൗണ്ടാണ്. അപ്പം ഇത് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം പണി നടക്കും. അപ്പോൾ അതുകൊണ്ട് കാറ് അകത്തേക്ക് വിടില്ല. അങ്ങനെ
ഇങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും നല്ല ടെൻഷനാണ്. കാരണം ഫുൾ വെള്ളത്തിൽ ഒന്ന് പാളിക്കഴിഞ്ഞാൽ വെള്ളത്തിലെത്തും. അങ്ങനെ വെള്ളം എന്ന് പറഞ്ഞാൽ കടൽ. അങ്ങനെ ഈ അപ്പുറത്ത് കാണുന്ന ലൈറ്റ്സ് ഉണ്ടോ, അതാണ് ബേപ്പൂർ ബീച്ച്. ഇത് പുളിമൂട്, ബേപ്പൂർ പുളിമൂട് എന്ന് പറയണേ. ഞാൻ എന്തെല്ലാമൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്, അറിയുന്നവർ തിരുത്തി തരിക. നല്ല ടെൻഷനിലാണ് സംസാരിക്കുന്നത്. വോയിസ് ഓവർ അങ്ങനെ ഒരുപാട് നേരമൊന്നും കൊടുത്തിട്ടും ഇപ്പം തന്നെ എന്താ പറയുക, ഇത്ര നേരം തന്നെ സംസാരിച്ചത് എന്തോ ഒരു കിട്ടലാണ്. നല്ല കൊളോക്കിയൽ സ്ലാങ്ങാണ്. ഞാൻ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാഷ തന്നെ സംസാരിക്കുകയാണ്. ചിലപ്പം ട്രോളാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ പോയി. ഞാനിങ്ങനെ കുറേ വീഡിയോ എടുത്തത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഞാൻ ഒരുപാട് വ്ളോഗ്സ് കാണുന്ന ആളാണ് കേട്ടോ. അതെപ്പോഴും വിചാരിക്കും എനിക്കൊന്ന് തുടങ്ങിയാലോ, ഞാനും ചെയ്താലോ, അങ്ങനെയൊക്കെ. അപ്പം ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് വീഡിയോ എടുക്കും, പിന്നെ എനിക്ക് മടിയാവും. അങ്ങനെ ലോകം മടിച്ചായതുകൊണ്ട് ഇനി അങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര മടിയായി. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസമായിട്ടോ, പക്ഷെ എന്നാലും ഭയങ്കര മടിയാണ്. ഞാൻ പിന്നെ കുറച്ച് മാസം ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്നാപ്സ് മാറി. അങ്ങനെ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ്, നാട്ടിൽ വന്നപ്പോഴാണ് വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ പ്രഗ്നൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി കണ്ടിന്യൂസ് ആയിട്ടാണ് അങ്ങനെ പറഞ്ഞു എവിടെ എത്തില്ല. ചാലും ബീച്ചിൽ അവിടെയൊക്കെ കുഞ്ഞു ഷോപ്പുകൾ, മറ്റേ നമ്മൾ ഇഷ്ടമുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലോസ് ചെയ്യും. ഹസ്ബൻഡ് മോളുടെ ഫുഡ് വാങ്ങിക്കാൻ ഹോട്ടൽ കൊടുക്കാൻ പോയിരുന്നു. നല്ല കാടുമുട്ടയും ബൂസ്റ്റ് കുറിക്കും കോഫിയൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മോളതാ കൈയിട്ട് വരി കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം മക്കളെ പ്രായതാണല്ലോ, അവർക്കെല്ലാം വായിലേക്ക് ഇടാനാണല്ലോ. അങ്ങനെ അപ്പോൾ അതാ നമ്മളിങ്ങനെ റിട്ടേൺ പോവുകയാണ്. ഇതാ ഞാൻ പറഞ്ഞു, ഒന്ന് പാളം തെറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലുണ്ടാവും. എനിക്കത് ഭയങ്കര ടെൻഷനാണ്. ഞാനിങ്ങനെ ഇത് വരുമ്പോഴും ഇങ്ങനെ നെഞ്ഞിങ്ങനെ ഇടിക്കുമായിരുന്നു. എനിക്ക് ഒന്നാമത് വെള്ളം ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. മേ ബി അതൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും ഈ നൈറ്റ് റൈഡ് ഒരു രസമുള്ള പരിപാടിയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ തണുപ്പത്ത്, പ്രത്യേകിച്ച് ഈ ഒരു മാസങ്ങളിൽ ഒരു തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ നൈറ്റ്. മാർച്ചൊക്കെ ആകുമ്പോൾ ഒരു ചൂടിൻ്റെ കാറ്റല്ലേ ഉണ്ടാവുക. ഇപ്പം ഇതൊരു നല്ലൊരു പ്രത്യേക വൈബ്, ഭയങ്കര രസം. അങ്ങനെ അതാ ഞങ്ങളിങ്ങനെ തിരിച്ച് പോവാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെന്താ, പിന്നെ ഞങ്ങളിവിടെ പോയിട്ടുണ്ടല്ലേ, ടീ സ്റ്റോറിൽ കയറി. ഒരു മോളെ വെക്കുമ്പോഴത്തേക്ക് നല്ല കരച്ചിലായി. അപ്പം ടീ സ്റ്റോറിൽ കയറി. അവിടുത്തെ ലോഡ് ഫ്രൈസ് നല്ല ടേസ്റ്റാണ്. അപ്പം അതും പാഴ്സൽ വാങ്ങിച്ചിട്ട്